മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. മാത്യു ചാപ്റ്റർ 11 verse 11. 11. ആരും എഴുന്നേറ്റിട്ടില്ല. പക്ഷേ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവൻ യോഹന്നാനേക്കാൾ വലിയവൻ എന്ന് ഞാൻ പറയുന്നു. അടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ടെ പ്ലീസ്. അടുത്ത വാക്യം. യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുകയും ചെയ്യുന്നു. സത്യം പറഞ്ഞ മറ്റൊരു പ്രബോധന വാക്യം ഇന്ന് പകൽ പറയാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിച്ചത്. എന്നാൽ പരിശുദ്ധാത്മ ഇവിടെ ഇരുന്ന സമയത്ത് തന്നെ പിന്നെയും ഇത് തന്നെ ഒന്ന് പറയണമെന്നുള്ളൊരു നിയോഗം തന്നതുകൊണ്ടാണ് ഞാൻ ഈ വാക്യത്തിലേക്ക് ഇന്ന് പകൽ പ്രവേശിച്ചത്. യോഹന്നാൻ സ്നാപകനെ പറ്റിയുള്ള നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സാക്ഷ്യമാണ്. ഇങ്ങോട്ട് നോക്കൂ, യോഹന്നാനെ പറ്റിയുള്ള കർത്താവിൻ്റെ സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരിക്കലും ഫോഷ്ക്ക് കാണത്തില്ല. യോഹന്നാനെ പറ്റിയുള്ള കർത്താവിൻ്റെ സാക്ഷി. സ്ത്രീകളിൽ നിന്നും ജനിച്ചിട്ടുള്ളവരിൽ വെച്ച് യോഹന്നാനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. ഇത് യേശു പറഞ്ഞ കാര്യമായതുകൊണ്ട് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. നമ്മൾ അതിനൊക്കെ വലിയ ആളല്ലെന്ന് സമ്മതിച്ചേ പറ്റൂ. കാരണം പറഞ്ഞത് യേശു വല്ലിയോ. സ്തോത്രം. എഴുന്നേറ്റിട്ടില്ല. പക്ഷേ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവൻ യോഹന്നാനേക്കാൾ വലിയവനാണ്. അപ്പോൾ ഭൂമിയിലെ വലിപ്പത്തെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ അല്ല കർത്താവ് കൊടുത്തിരിക്കുന്നത്, സ്വർഗരാജ്യത്തിനകത്തുള്ള വലിപ്പം. സ്തോത്രം. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവൻ യോഹന്നാനേക്കാൾ വലിയവൻ. ഞാൻ ഈ യോഹന്നാനെ ഇത്ര വലിയവനാക്കാനുള്ള കാരണം എന്തെന്ന് കഴിഞ്ഞിടയ്ക്കൊന്ന് പഠിച്ചു. വാട്ട് ഈസ് ദ റീസൺ? എന്താണ് യോഹന്നാനെ വലിയവനാണെന്ന് യേശു പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം? എൻ്റെ ചിന്തയല്ല ഞാൻ ഈ പറയുന്നത്. എനിക്ക് മനസ്സിലായ ഒന്നാമത്തെ കാര്യം, യോഹന്നാന് ഒരു നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. എന്നറിയാമോ? യോഹന്നാന്റെ ലൈഫിനകത്തുള്ള ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി വേണ്ടെന്ന് വെക്കുന്ന ഒരു നേച്ചർ ആർക്കുണ്ടായിരുന്നു? യോഹന്നാനുണ്ടായിരുന്നു. വേണ്ടെന്ന് വെക്കും. ആമേൻ. യോഹന്നാന്റെ ഫാദർ നമുക്ക് എല്ലാവർക്കും അറിയാം, സക്രിയാവാണ്. സക്രിയാവ് പുരോഹിതനാണ്. സ്വാഭാവികമായിട്ടും അപ്പന് ശേഷം പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു മനുഷ്യനാണ് യോഹന്നാൻ. എനിക്ക് ഈ അപ്പനെ പറ്റി ഒന്ന് പറയാൻ ആഗ്രഹമുണ്ട്. അപ്പന്റെ പേര് സക്കരിയാവ് എന്നാണ് അല്ലേ? സക്കരിയാവ് എന്ന ആ നെയിം ആരംഭിക്കുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഏതാണ്? ഇസഡുകാരനാ. സ്തോത്രം. ഇയാൾ ആലയത്തിനകത്ത് പോയത് അബിയാക്കൂർ പ്രകാരമാണ്. അബിയാക്കൂർ. അതെന്തിനെ കൂറ് വന്നേ? ഓൾഡ് ടെസ്റ്റ്മെന്റ് പഠിക്കുമ്പോൾ ആദ്യത്തിൽ പുരോഹിതൻ ഒന്നേ ഉള്ളൂ, അഹരോൻ. അഹരോന് കുഞ്ഞുങ്ങൾ പലരും വന്നപ്പോൾ പല പുരോഹിതന്മാരായി. അവർക്ക് കുഞ്ഞുങ്ങളായപ്പോൾ അവരുടെ മക്കൾക്ക് പുരോഹിതന്മാരായി. ചുരുക്കം പറഞ്ഞാൽ ഒരാളിൽ പുരോഹിത മിനിസ്ട്രി ആരംഭിച്ചെങ്കിലും ജനറേഷൻ മാറും തോറും പുരോഹിതന്മാരുടെ എണ്ണം കൂടി നിങ്ങൾക്കറിയാം വന്നു. ഇങ്ങനെ പല പുരോഹിതന്മാർ വന്നപ്പോൾ സീനിയോറിറ്റി വെച്ച് നോക്കി വരുമ്പോൾ പല പുരോഹിതന്മാർക്കും ആലയത്തിൽ കയറാൻ പോലും എന്തോ ഇല്ല, സമയം കിട്ടുന്നത്. അപ്പൊ അങ്ങനെ സമയം കിട്ടാത്തത് കൊണ്ട് ഇവരെ എങ്ങനെയും ആലയത്തിനകത്തൊന്ന് കയറ്റണമെന്ന് ഓർത്ത് ദൈവം തമ്പുരാൻ അന്ന് പ്ലാൻ ചെയ്ത പദ്ധതിയാണ് പല കൂറുകൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. അബിയാക്കൂറ്, അങ്ങനെ പല കൂറുകളുണ്ട്. ഞാൻ ഓർക്കുവാണേ, ഈ അബിയാക്കൂർ അല്ലെങ്കിൽ ഈ കൂറെന്ന് പറഞ്ഞ പരിപാടി ദൈവം ആരംഭിച്ചില്ലെങ്കിൽ സക്കരിയാവ് കയറുമായിരുന്നോ? എ ആൽഫബറ്റിക്, അത് കഴിഞ്ഞിട്ട് ബി തുടങ്ങുന്ന പേരുകൾ, അത് കഴിഞ്ഞിട്ട് സിയിൽ തുടങ്ങുന്ന ആൾക്കാർ, അത് കഴിഞ്ഞിട്ട് ഡിയിൽ തുടങ്ങുന്ന ആൾക്കാർ, അത് കഴിഞ്ഞിട്ട് സിയിൽ ഇയിൽ തുടങ്ങുന്ന ആൾക്കാർ. ചുരുക്കം പറഞ്ഞാൽ തൊട്ട് കയറി ഇസഡി വരുമ്പോൾ ആലയത്തിനകത്ത് കയറാൻ പറ്റത്തില്ല. ഒറ്റ വാക്കിൽ എൻ്റെ ചിന്ത ഞാൻ പറയാം. ഇസഡുകാരനെ ഏയ്ക്കകത്ത് കൊണ്ടുവന്നു കൂറ് പ്രകാരം. സ്തോത്രം. അവനെ ആലയത്തിനകത്ത് കൊണ്ടുവന്നു. അതിനകത്ത് വെച്ച് ദൂത് പറഞ്ഞു, സ്തോത്രം, നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി നിന്റെ കുടുംബത്തിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നവർ ചേർന്ന് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. ഞാൻ മുമ്പോട്ട് വരുന്നു. ഇപ്പൊ നിയമപരമായിട്ട് അപ്പന്റെ മിനിസ്ട്രി ചെയ്യാൻ അനുവാദമുള്ള അവകാശമുള്ള ആളാണ് യോഹന്നാൻ. വേണ്ടെന്ന് വെച്ചു. സ്തോത്രം. അപ്പൊ ഒന്ന്, അപ്പന് പകരമായി നിൽക്കുന്ന ചിന്ത താൻ വേണ്ടെന്ന് വെച്ചു. രണ്ട്, അപ്പന്റെ വസ്ത്ര
വസ്ത്രം വേണ്ടെന്ന് വെച്ചു. അപ്പന്റെ വസ്ത്രം. പുരോഹിതന്റെ വസ്ത്രത്തിന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിലും ഏകദേശം ഒരു കണക്ക് ഞാൻ പറയാം. ഏകദേശം അന്നത്തെ ഒരു പുരോഹിതന്റെ വസ്ത്രത്തിന്റെ ഇന്നത്തെ മണി വാല്യൂ 7 കോടി രൂപയാണ്. ഹലോ, നിങ്ങൾക്കത് കേൾക്കുമ്പോൾ വലിയ ആശ്ചര്യം വരത്തില്ല. കോടികളൊക്കെ പണ്ടായിരുന്നു നമുക്കൊരു ആശ്ചര്യം. ഇന്നിപ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യം വരത്തില്ല, എനിക്ക് ഭയങ്കര ആശ്ചര്യമാണ്. ആ സൈസ് ഒരൊറ്റ ഉടുപ്പ് കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടേനെ. രക്തം ചെയ്യാം 7 കോടി. ആണെന്നെയോ താമ്രമണി, പീതരത്നം അല്ലേ? ലിസൺ, അവൻ അദ്ദേഹത്തിന്റെ ഉടുപ്പിൽ 12 വിധ രത്നങ്ങളുണ്ട്. 12 വിധ രത്നങ്ങൾ. പിന്നെ ഒത്തിരി ഒത്തിരി സംഭവം നമുക്കറിയാം. നടുക്കെട്ട്, തല, ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ പോട്ടെ. ആ വസ്ത്രത്തിന്റെ വിളിമ്പിൽ പൊന്മണി, മാതളപ്പഴം. എന്തിന്റെ മണി? പൊന്മണി, സ്വർണം. സ്വർണ്ണ, പൊന്മണി, മാതളപ്പഴം ഇങ്ങനെ കിടക്കുക അതിന്റെ ചോട്ടിൽ. മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ അത് ഇട്ടുകൊണ്ട് പോയാൽ തന്നെ ഒരു ആഢ്യത്വമുണ്ട്. അത് ഇട്ടുകൊണ്ട് പോകാൻ ഒരു പവറുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? കർത്താവിന് സ്തോത്രം. ചുരുക്കം പറഞ്ഞാൽ കാലത്തിന് അനുയോജ്യമായ വസ്ത്രം വേണ്ടെന്ന് വെച്ചിട്ട് വേലയ്ക്ക് അനുയോജ്യമായ വസ്ത്രം ധരിച്ചവന്റെ പേരാ യോഹന്നാൻ. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രസംഗം മാനസാന്തരപ്പെടുക എന്നുള്ളത്, അതിനിപ്പോ കോട്ട് വേണം നിർബന്ധമൊന്നുമില്ല. വേണ്ടെന്നല്ല, സന്തോഷം. സ്വോത്രം. എന്റെ പ്രസംഗം മടങ്ങി വരിക എന്നുള്ളത്, അതിനിപ്പോ പൊന്മണി ഇല്ലാലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ സന്തോഷം. മനസ്സിലായവർക്ക് കർത്താവ് ഒരു സ്വോത്രം. കാലത്തിന് അനുയോജ്യമായ വസ്ത്രം വേണ്ട, പിന്നെയോ എനിക്ക് വേലയ്ക്ക് അനുയോജ്യമായ വസ്ത്രം മതി എന്ന് പറഞ്ഞവനാ. പ്രൈസ് ഗോഡ്. മനസ്സിലാകുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ. വേണ്ടെന്ന് വെച്ചു. അപ്പന്റെ മിനിസ്റ്റർ വേണ്ട, അപ്പന്റെ വസ്ത്രം വേണ്ട, ഇനി അപ്പന്റെ ഫുഡ് വേണ്ട. എന്തോ അപ്പന്റെ ഫുഡ്? പുരോഹിതന്മാർക്ക് കൊടുക്കുന്നത് തോരനും മോരൊന്നും അല്ല, രക്തത്താൽ ജയം. അത് ഞങ്ങളൊക്കെ പോകുമ്പോഴാ സ്തോത്രം. ഈ നമുക്കൊരു പ്രത്യേകത ഉണ്ട്. ഈ വരുന്ന ആളിന്റെ വരവ് കണ്ടുകൊണ്ടാണല്ലോ നമ്മൾ ചെലവുണ്ടാക്കുന്നത്. രക്തം ദഹ്യം. ഞാനൊക്കെ പോകുമ്പോൾ മിക്കവാറും കിട്ടുന്നത് തോരനും മോരുവാ, രക്തം ദഹ്യം. കാരണം നമ്മുടെ ആ ടൈപ്പ് മോട്ടത്തലയും മോട്ടപ്പല്ലും ഒക്കെ കാണുമ്പോൾ മതിയെന്ന് വെക്കും. പക്ഷെ പുരോഹിതന്മാർക്ക് അങ്ങനെ അല്ലല്ലോ. അവർക്ക് കൊടുത്താൽ എന്തേ കൊടുക്കും? ശ്രേഷ്ഠമായത് കൊടുക്കും. അതുപോലെ തോന്നല്ലേ? അല്ലെന്നേ, ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ വളരെ പാവമാണ്, പഞ്ചപാവമാണ്, സംസാരിക്കുന്നത് പോലുമില്ല. പക്ഷെ ഇതിനകത്ത് കയറിയാൽ ഞാൻ ഭയങ്കരമാണ്. രക്തം ചെയ്യും. കാരണം വചനത്തോട് ഞാൻ കോംപ്രമൈസ് ചെയ്യത്തില്ല. സ്വോത്രം. ഞാനൊട്ട് ആരെയും പേടിക്കുന്നവനുമല്ല. കാരണം ഇന്നു വരെ കൊണ്ടുവന്നത് തമ്പുരാനാണെങ്കിൽ ഇനിയും കൊണ്ടുവരാൻ അവൻ വിശ്വസ്തനാണ്. 17ാമത്തെ വയസ്സിലാണ് ഞാൻ പാസ്റ്ററാകുന്നേ. 19 വർഷമായിട്ട് ഞാൻ പാസ്റ്ററാ. ഒരു 10,000 ചർച്ചിലെങ്കിലും ഞാൻ പോയിട്ടുണ്ടാവണം. 2000-ത്തിലധികം ചർച്ചകളിൽ ഞാൻ കഴിഞ്ഞ 19 കൊല്ലം കൊണ്ട് പോയിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? എക്സ്പീരിയൻസ് കൂടുതലാണ്. ഇതിനകത്തൂടെ കുറെ കൊല്ലമായിട്ട് നടക്കുന്നുണ്ട്. അനുഭവ സമ്പത്ത് ഒത്തിരി കൂടുതലുള്ള മനുഷ്യനാണ്. പ്രായക്കുറവാണെങ്കിലും അനുഭവം കൂടുതലാണ്. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞു വന്നത്, പുരോഹിതന്റെ വസ്ത്രവും പുരോഹിതന്റെ ഡ്രസ്സും പുരോഹിതന്റെ ഫുഡും ചെറുതല്ല. മനസ്സിലാകുന്നുണ്ടോ? നെഞ്ച്, പ്രൈസ് ദി ലോർഡ്, കൈക്കുറുക്. ചുരുക്കം പറഞ്ഞാൽ ഒരു മൃഗത്തിന്റെ ബോഡിയിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായത് പുരോഹിതനുള്ളത്. വേണമെങ്കിൽ അത് ചുളിവിൽ കഴിക്കാം. യോഹന്നാൻ പറഞ്ഞു എനിക്കത് വേണ്ട, പിന്നെന്താ? വെട്ടിക്കിളിയും കാട്ടുതേനും. കാരണം എന്റെ പ്രസംഗം മാനസാന്തരപ്പെടുക എന്നല്ലേ. അധികം കാലഘട്ടം ഒന്നുമില്ലല്ലോ, എനിക്കിത് മതി. എത്രവർക്ക് മനസ്സിലാകുന്നുണ്ട്? മനസ്സിലാകുന്നവർ ഒരിക്കൽ കൂടെ ചേർന്ന് കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. അപ്പൊ ഒന്നാമത്തെ യോഹന്നാന്റെ പ്രത്യേകത വേണ്ടെന്ന് വെക്കുന്നൊരു സ്വഭാവമാണ്. യോഹന്നാന്റെ രണ്ടാമത്തെ സ്വഭാവം എനിക്ക് ഒത്തിരി ആശ്ചര്യമായി തോന്നിയ കാര്യമാണ്. വായിക്കാമോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ വാക്യം ഒന്ന് വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷത്തിലാണ് 19-ാം അധ്യായം, 1-ാമത്തെ 19 വാക്യം. John chapter 1 verse 19. യോഹന്നാനോട് നീ ആരെന്ന് ചോദിക്കേണ്ടതിന് അടുത്ത വാക്യം ഇങ്ങോട്ട് നോക്കൂ. അവന്റെ സാക്ഷ്യം വായിച്ചേ. അയാളെ മറുക്കാതെ പറഞ്ഞു, ഞാൻ ആരല്ല. അദ്ദേഹം ക്രിസ്തുവാണെന്ന് പറഞ്ഞിരുന്നെങ്കിലോ ലഭിക്കുന്ന പരിഗണനകൾ എന്തോ കൂടുതലല്ലേ? എന്തോ ആരാ നീയെ, ഞാൻ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തുവാ ലഭിക്കാൻ പോകുന്ന പരിഗണന കൂടുതലാണ്. കാരണം അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളാ ക്രിസ്തു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, നോ, അങ്ങനെയുള്ള ഒരു പരിഗണനയും എനിക്ക് വേണ്ട. ഞാൻ ക്രിസ്തു അല്ല. പക്ഷെ അടുത്തത്, ഞാൻ ആരാണെന്ന് അയാൾക്ക് എന്ത് ചെയ്യാം അറിയാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ യേശുവിന് വഴി ഒരുക്കാൻ വരുന്നവൻ എന്ന് പറഞ്ഞാൽ താൻ ആരാണെന്ന ബോധ്യം തനിക്ക് ഉണ്ട്. അപ്പൊ ഒന്ന് വേണ്ടെന്ന് വെക്കുന്നവൻ, രണ്ട് തന്റെ നിലവാരം അറിയാവുന്നവൻ,
എനിക്ക് അതിനേക്കാൾ സന്തോഷമായി തോന്നിയത് മൂന്നാമത്തതാ. അയാളുടെ പ്രസംഗം നടന്നൊരു കാലഘട്ടമുണ്ട്. ആ കാലത്ത് യോഹന്നാന്റെ മത്തായിയുടെ സുവിശേഷത്തില് 3:1 വായിക്കുമ്പോൾ അവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ആ കാലത്ത് വായിച്ചേ, മതി. ആ കാലം ഏത് കാലം? ഹേരോദാവ് ഭരിക്കുന്ന കാലം. ഏതോ ഹേരോദാവ്? ഇങ്ങോട്ട് നോക്കൂ, അതിനകത്തൊരു ചിന്തകളൊക്കെ ഉണ്ട്. ഏതാ ഹേരോദാവ്? അപ്പനെ കൊന്നവൻ, അമ്മായപ്പനെ കൊന്നവൻ, സ്വന്തം മകനെ കൊന്നവൻ. അതായി ഹേരോദാവ്. അയാളുടെ ചരിത്രം പഠിക്കുമ്പോൾ അപ്പനെ കൊന്നു, അമ്മായപ്പനെ കൊന്നു, മകനെ കൊന്നു. തീർന്നിട്ടില്ല. 2 വയസ്സിൽ താഴെ പ്രായമുള്ള സകല എണ്ണത്തെയും കൊല്ലാൻ കൽപ്പന ഇട്ടവൻ. തീർന്നിട്ടില്ല. താൻ മരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരൊറ്റ പ്രജ പോലും കരയത്തില്ലെന്നറിയാവുന്നത് കൊണ്ട് സമൂഹത്തിലെ 12 പ്രമാണിമാരെ പിടിച്ച് കാരാഗൃഹത്തിൽ ഇട്ടേക്കുവായി ഈ മനുഷ്യൻ, ഈ ഹെരോദാവ്. എന്താണെന്നറിയാമോ? താൻ മരിക്കുന്നെന്ന് അവരെ എന്ത് ചെയ്യണം? കൊല്ലണം. എന്തിന്? അവരെ കൊല്ലുവാണെങ്കിൽ അവരുടെ കുടുംബക്കാർ കരയുമല്ലോ. ആ കൂട്ടത്തിൽ എന്റെയും കൂടെ ആവും. മനസ്സിലാവുന്നുണ്ടോ? നിനക്ക് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉണ്ട്. ചുമ്മാ പറയുന്നത് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉണ്ട്. സ്തോത്രം. അപ്പോ താൻ്റെ മരണത്തിൽ കരയാൻ ഒരുത്തൻ പോലും ഇല്ലാതിരിക്കെ താൻ മരിക്കുന്ന സമയത്ത് തൻ്റെ കൂടെ അല്ലെങ്കിൽ തനിക്ക് വേണ്ടി കരയാൻ വേണ്ടി 12 പ്രഭുക്കന്മാരെ അകത്തിട്ടേക്കുന്നു. ഞാൻ മരിക്കുമ്പോൾ അവരെ കൊല്ലണം. അപ്പൊ അവരുടെ കുടുംബക്കാർ കരയും. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? അങ്ങനത്തെ നീചനായ മനുഷ്യൻ സകല എണ്ണത്തെയും കൊന്നു മുടിക്കാൻ മനസ്സുള്ളവന്റെ, തയ്യാറായി നിൽക്കുന്നവന്റെ കാലത്തിലാണ് യോഹന്നാന്റെ പ്രസംഗം.